ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. മെമ്പറെ എന്താണ് നമ്മളെ പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞത്? കുടുംബശ്രീ ലോൺ വല്ലതും പാസ്സായത് തരാനാണോ? പാസ്സായ ലോണൊക്കെ ഞാൻ എന്നേ മുക്കിയില്ലേ. അല്ല, ലോണ് പാസ്സായാൽ ആ കൈകളിൽ വെച്ച് തരില്ലേന്ന്. മെമ്പറിന്റെ ഭാര്യയുടെ കയ്യിലായിരിക്കും. അതെ. കുടുംബശ്രീക്ക് എങ്ങനെ പോകുന്നു? കുടുംബശ്രീക്ക് 4 വാക്കിലൂടെ പോകുന്നു. ഉടനെ തന്നെ അടച്ചു പൂട്ടും. നല്ല കാര്യം. ഞാൻ നിങ്ങൾ രണ്ടുപേരെയും വിളിച്ചു വരുത്തിയത് ഒരു സന്തോഷമായ വാർത്ത അറിയിക്കാൻ വേണ്ടിയാണ്. എന്തോ സന്തോഷ വാർത്ത? മെമ്പർ പഞ്ചായത്ത് മറിച്ച് റോൾസ് റോയ്സ് വല്ലതും വാങ്ങിച്ച വാർത്തയായിരിക്കും. അതിനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ. ഇത് വരുന്ന അസംബ്ലി ഇലക്ഷനെ സംബന്ധിച്ചുള്ള ഒരു കാര്യമാണ്. ചേച്ചി, ഇനി ഇങ്ങേര് വല്ല MLA ആയിട്ട് മത്സരിക്കാൻ പോണ? അത് സന്തോഷ വാർത്ത അല്ലല്ല, ദുരന്ത വാർത്ത അല്ലേ? SSR എന്ന് കേട്ടിട്ടുണ്ടോ? SS രാജമൗലി, ബാഹുബലിയുടെ ഡയറക്ടർ അല്ലേ? അതൊന്നും അല്ല. SSR എന്ന് പറയുന്നത് ഒരു ഫോമാണ്. വരുന്ന ഇലക്ഷന് നമുക്ക് വോട്ട് ചെയ്യണമെങ്കിൽ ആ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണം. കൊടുക്കാം. ഇതിലെന്താണ് നമ്മുടെ റോള്? അതായത് ഈ ഫോം നമ്മുടെ നാട്ടുകാർക്കാർക്കും ഫില്ല് ചെയ്യാൻ അറിയില്ല. അതുകൊണ്ട് ആ ഫോം ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ഡ്യൂട്ടി. അതിനകത്ത് ഇത് നമുക്ക് പൂരിപ്പിക്കാൻ അറിയണ്ടേ? അതൊക്കെ നമുക്ക് സെറ്റ് ആക്കാം. മെമ്പറെ, ഇതൊക്കെ പൂരിപ്പിക്കാൻ നാട്ടിലെ വിവരവും വിദ്യാഭ്യാസമുള്ള ആരെയും കിട്ടിയില്ലേ? ചന്ദ്രൻ, നിനക്ക് വിവരവും വിദ്യാഭ്യാസം ഇല്ലെന്ന് പറഞ്ഞോണ്ട് ഞാൻ നിങ്ങളെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. വെറുതെ കിടന്ന് ജോലി എടുക്കണ്ട. ഒരാൾക്ക് ഒരു ദിവസം 200 രൂപയാണ് പേയ്മെന്റ്. ഒരാൾക്ക് 200 മെമ്പർ പറയുമ്പോ മെമ്പറിന് കിട്ടിയത് 1000 രൂപ വെച്ചായിരിക്കും. അപ്പൊ 800 രൂപ മെമ്പർ മുക്കി. ഇപ്പൊ ശരിയാക്കി തരാം. ഒരാൾക്ക് 800 രൂപ ആണെങ്കിൽ നമ്മൾ ഫോം ഫില്ല് ചെയ്യാം അല്ലേ? അതെ അതെ. ഇത് കുറച്ച് കൂടുതലാണ്. സാരമില്ല, ഞാൻ എന്റെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് തന്നോളാം. കണ്ടവന്റെ പോക്കറ്റിൽ നിന്ന് അടിച്ചു മാറ്റി സ്വന്തം പോക്കറ്റിൽ വെക്കണല്ലേ? ജനങ്ങൾക്ക് വേണ്ടിയല്ലേ ഇതെല്ലാം ഞാൻ ചെയ്യുന്നത്. അപ്പൊ കുറച്ച് പൈസ പോയെന്ന് കരുതി സാരമില്ല. ജനങ്ങൾക്ക് വേണ്ടി അപ്പൊ 1000 അല്ലടി, മിനിമം ഒരു 2500 ഇങ്ങനെയൊക്കെ കിട്ടിക്കാണും. നമ്മളെ ബാക്കി എല്ലാവരും കൂടെ ഒന്ന് ചേർന്ന് കൂടിയിട്ട് പിന്നെ തീരുമാനം അറിയിക്കാം. ശരി, ഫോമിന്റെ ഡീറ്റെയിൽസ് ഞാൻ വാട്സപ്പ് ചെയ്തേക്കാം. ചേച്ചി, ഇത് നമ്മൾ ചെയ്തു കൊടുത്താൽ നമുക്ക് എന്തെങ്കിലും ഉപയോഗം ഉണ്ടാ? കുസുമം ഒരാൾക്ക് ഒരു ദിവസം 300 രൂപ വെച്ച് കിട്ടും. 300 300 അല്ലേ 800 അല്ലേ? 250 നിന്റെ എണ്ണാക്കില്, 250 എന്റെ എണ്ണാക്കില് പോരെ? ചുമ്മാതിരി. കണ്ടിട്ട് നല്ല പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നണം. എനിക്ക് പിന്നെ ചെയ്യാം നമുക്ക്. ശാന്ത എവിടെ പോയി? കണ്ടില്ലല്ലേ? പഞ്ചായത്ത് ഇലക്ഷൻ തുടങ്ങിയില്ലേ സന്ദ്രി? അപ്പൊ പാരഡി സോങ് പാടാൻ വേണ്ടിയേ പാട്ട് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി സ്റ്റുഡിയോയിൽ പോയേക്കാണ്. പറഞ്ഞു തീർന്നില്ല. തോ വരണ ഡാഗിനി. കണ്ണാടി ചിഹ്നത്തിൽ വോട്ടിടണേ, സന്തോഷിനെ വോട്ട് കുത്തിച്ചേപ്പിക്കണേ. ശാന്തു, ഇനി തൊട്ട് നിന്റെ പാട്ട് നമ്മൾ സ്പീക്കറിൽ കേൾക്കാൻ പോണ. പാട്ട് പാടി പാടി എന്റെ ശബ്ദം പോയി. ഞാൻ കേട്ടത് നീ പാടി പാടി സ്റ്റുഡിയോ പൊളിഞ്ഞു പോയെന്നാണല്ലേ? അസൂയപ്പെട്ടിട്ട് കാര്യമില്ലടി. കഴിവുള്ളവര് കേറി കേറി അങ്ങ് പോവും. കഴിവുള്ളവര് പോട്ടെ, നീ ഇതെവിടെ കയറി പോണ്? ചേച്ചി, എനിക്ക് അവളോട് ചലിച്ചോണ്ടിരിക്കാൻ സമയമില്ല. 5 പാർട്ടിക്കാർക്ക് പാടി പാടാനുള്ളേന്. എങ്കിൽ അവരിപ്പോഴേ തോറ്റെന്ന് ഞാൻ പോയി പറഞ്ഞിട്ട് വരാം ചേച്ചി. അല്ല, സ്ഥാനാർത്ഥികളെ തോപ്പിക്കാനാ നിന്നെ കൊണ്ട് പാടിക്കണ? ആന്തര വർത്താനം സന്ദ്രി നീ പറഞ്ഞത്? ഈ വാപ്പിളി മുക്കിൽ KS ചിത്രയും ജാനകിയമ്മയുടെ ശബ്ദം കലർന്ന ശബ്ദം കിട്ടിയിരിക്കുന്നത് ഇവക്ക് മാത്രമാണ്. ഈ എന്തിന് അഭിമാനം കൊള്ളണ? എടി, നിന്നെ അവള് കളിയാക്കിയതാണ്. നിങ്ങൾ വർത്തമാനം നിർത്തിക്കാണ്. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുമല്ലോ? പറ്റും. അതിന് എന്താണ് കാര്യം എന്നുള്ളത് എന്നോട് ഞാൻ പറഞ്ഞില്ലല്ലേ? എനിക്കതറിയേണ്ട ആവശ്യമില്ല ചേച്ചി. ഞാൻ എന്തും ചെയ്യും. എങ്കിൽ പിന്നെ തെങ്ങി കയറി 2 കരി കടത്തിട്ടാണ്. ചുമ്മാതിരി സന്ദ്രി, അവളെ അടിക്കും. മെമ്പർ നമുക്ക് തന്ന ജോലിയാണത്. ജോലി. ശാന്തയെ ഫോം ഫില്ല് ചെയ്ത് കൊടുത്താൽ ഒരാൾക്ക് ഒരു ദിവസം 800 രൂപ വെച്ച് കിട്ടും. 800 500 300 രൂപ വെച്ച് കിട്ടും. എന്തൊരു ചൂട്. നല്ല ഇടി കിട്ടും. അപ്പൊ ഞാൻ മെമ്പർ പറഞ്ഞ സാധനം സെറ്റ് ചെയ്യാൻ പോവേണ്. എനിക്ക് ഒന്നും കൂടി ആലോചിക്കണം. ആലോചിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ആലോചിക്കട്ടെ. നിനക്ക് എന്തെങ്കിലും ആലോചിക്കണ്ടോ? ഇനിയിപ്പോ ഒരു ആലോചനയില്ല. നമ്മൾ ഫോം ഫില്ല് ചെയ്യുന്നു, പൈസ വാങ്ങിക്കുന്നു. വേഗം സന്ദ്രി, എല്ലാ ഫോമും ഉണ്ടാന്ന് നോക്ക്. ഫോം എല്ലാം ഉണ്ടാകുന്നു. അവിടെ ഒന്നുമില്ല ചേച്ചി, ഇവിടെ ശാന്തയ്ക്ക് ഗ്യാസ് കയറിയത്.
ഒരു സാധകം. വെളിയിൽ നിൽക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് പേര് വിളിക്കും. അപ്പോ അതനുസരിച്ച് ഇങ്ങോട്ട് എല്ലാരും വരണം. ആദ്യം അനിൽകുമാർ PS വരൂ. തേളനിയെ പിന്നെ വിളിക്കും. ഇപ്പം അനിൽകുമാറിനെ വിളിച്ചിരിക്കുന്നത്. അനിൽകുമാർ PS വരൂ. അങ്ങോട്ട് നോക്കണ്ടേ, ഞാൻ തന്നെയാണ് അനിൽകുമാർ PS. അനിയന്റെ ജനന തീയതി നിൽ. ആധാർ നമ്പർ നിൽ. ഫോൺ നമ്പർ നിൽ. എല്ലാം നില്ല്. ഇരിക്കാൻ എന്തെങ്കിലും ഉണ്ടാ? ഉണ്ട്, എന്റെ നിതംബം. അനിയന്റെ ഐഡന്റിറ്റി തെളിയിക്കാൻ എന്തെങ്കിലും ഉണ്ടാ? തോളിന്റെ പുറത്ത് 4 വെട്ടും പോലീസ് സ്റ്റേഷനിൽ 10 കേസുമുണ്ട്. മതിയാവോ? 2005 വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരുന്ന? വോട്ടർ പട്ടികയിൽ പേരില്ലായിരുന്നു, പക്ഷെ ഒരു കുത്തുകേസിലെ പ്രതിപട്ടികയിൽ പേരുണ്ട്. ബന്ധുവിന്റെ പേരെങ്കിലും അറിയാമോ? കിച്ചു. ബന്ധം എങ്ങനെയാണ്? എന്റെ ശിങ്കടി ബ്രാക്കറ്റിൽ തേളനിയുടെ വലങ്കൈ, അങ്ങനെ എഴുതിയാ മതി. ഈ ഫോമിൽ ഇവിടെ ഒരു ഒപ്പിടണം. ഒപ്പിടാ അറിഞ്ഞൂടല്ലേ? ഇതില് വിരല കുത്തിയിട്ടേ ഇതില് കുത്തിയാ മതി. കണ്ണാടി എടുക്കാത്തോണ്ടൊന്നും വായിക്കാൻ പറ്റില്ല. നിന്റെ കണ്ണാടി ഞാൻ എടുത്തോണ്ട് വന്നിട്ടുണ്ട്. എടുത്തു തരട്ടാ? മലയാളം വായിക്കാൻ അറിഞ്ഞൂടാ. നീ എന്നെ വായിച്ചോ. അപ്പൊ പേര് ഭവാനി എന്നല്ലേ? പേര് മാറ്റണോ ഞാൻ? അങ്ങനല്ല. മാറ്റണം. ഈ പേര് പറ്റൂല. പോയി മാറ്റിട്ട് വരെ. ഒരു കസേര കയറുന്ന പൗളമാരിന്റെ പേര് വരെ മറന്നു. ജനനം 2/8/1975. മരണം നിന്നെ തീർത്തിട്ട്. ആധാർ നമ്പർ അതൊക്കെ ഇനി എടുത്ത് നോക്കണം. എടുത്ത് നോക്കിട്ട് പറ. നിന്റെ കണ്ണിൽ എന്തൊരു കുരുവാ? 29 65 45 35 55 75. നിനക്ക് അച്ഛനുണ്ടാ? അവള് ഉദ്ദേശിച്ചത് ചേച്ചിയുടെ അച്ഛന്റെ പേരും ചേച്ചിയും അച്ഛനോടുള്ള ബന്ധമാണ്. അച്ഛന്റെ പേര് പരമു. ഞാനും അച്ഛനായിട്ടുള്ള ബന്ധം എന്റെ അച്ഛൻ എന്റെ കുഞ്ഞമ്മയാണ്. അങ്ങനെയല്ല. അവള് പറഞ്ഞ എഴുതിയാണ്. കുഞ്ഞമ്മ എഴുത്. അതെഴുതരുത്. ഞാൻ വെറുതെ പറഞ്ഞതാണ്. കളിക്ക് പറഞ്ഞതാണ്. നീ ഇനി വെറുതെ ഒന്നും പറയണ്ട. നിന്റെ അച്ഛൻ ഇനി മുതൽ നിന്റെ കുഞ്ഞമ്മയാണ്. പടച്ചോനെ, ഇത് ഇലക്ഷനിൽ പേര് ചേർക്കുന്ന പരിപാടിയായിരുന്നാ? നമ്മൾ വിചാരിച്ചു വോട്ടോണ്ട് സനലിന്റെ കല്യാണമെന്ന്. നമ്മ ഫോൺ നമ്പർ 72 52 04 91 44 സിൽസില ഹോട്ടലിലെ നമ്പറാണ്. അവിടെ ഈ സമയത്ത് നല്ല കുഴിമന്തി കിട്ടും. 3 കുഴിമന്തി ഓർഡർ ചെയ്യും. നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം. നിങ്ങളെ ഫോൺ നമ്പറാണ് വേണ്ടത്. അത് ഞമ്മക്ക് അറിഞ്ഞൂടാ. ഈ കണ്ട ഹോട്ടലിലെ നമ്പർ ഫുള്ളും നമുക്ക് മനപ്പാടമാണ്. നമ്മുടെ നമ്പർ ഇതാ ഈ ഫോണിലെ കാണും. നോക്കിയെടുത്തോളി. അല്ല മക്കളെ, പഞ്ചായത്തിന്റെ പരിപാടിയായിട്ട് നിങ്ങൾക്ക് ചായം കറിയൊന്നും കിട്ടിയില്ല? മാമനെങ്കിലും ചോദിച്ചില്ല നമ്മൾ എന്തെങ്കിലും കുടിച്ചാന്ന്. അതുകൊണ്ടല്ല, അത് വന്നിരുന്നെങ്കിൽ ഞമ്മക്കൂടെ കൈയിട്ട് വരായിരുന്നു. സമൂസയിലെ ആളാണേ. ചേച്ചി ഇങ്ങനെ ഫോമെല്ലാം കൂടി എടുത്ത് തിന്നുകളയോ? ചിലപ്പോ. മാമ ഇവിടെ ഒരു ഒപ്പ് വേണേ. ദാണ്ടെ ഇതില് കുത്തിയിട്ട് ഇതില് കുത്തിയാതി. ഇതെന്തോ ബ്ലൂബെറി ജാമാ? ഇതോ മഷി മുക്കി തിന്നേക്കണ്. പഠിച്ചൂനെ, ഈ മഷിക്ക് ഇത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്ന? എന്നാ ബ്രെഡ് മുക്കി ദിവസം കഴിക്കായിരുന്നു. ഇത് നമുക്ക് തരൂ. ഞാൻ കുറെ നേരം കൊണ്ട് ഇവിടെ നിൽക്കുന്നു. എന്നെ ആരും വിളിക്കുന്നില്ല. നിങ്ങൾ മുൻവൈരാഗ്യം വെച്ച് എന്നെ തഴയുകയാണ്. ആൽഫബറ്റ് ഓർഡർ ആണെങ്കിൽ B ഫോർ ഭാർഗവനാണ്. നിങ്ങൾ അവിടെ പോയി ഇരിക്കൂ. സമയമാകുമ്പോൾ നമ്മൾ വിളിക്കാം. സമയം എപ്പാവും? ഓടുന്നില്ല. അപ്പൊ നിന്റെ സമയം ആവൂല. എനിക്ക് പോയിട്ട് 100 കൂട്ടം പണികൾ ചെയ്തു തീർക്കാനുള്ളതാണ്. എങ്കിൽ പോണം. ഇവിടെ ആരെങ്കിലും പശ വെച്ച് ഒട്ടിച്ചു വെച്ചേക്കണം. വാക്കുകൾ സൂക്ഷിക്കണം. എവിടെ സൂക്ഷിക്കണം? ബാങ്ക് ലോക്കറിൽ സൂക്ഷിച്ചാൽ മതിയാ. This is not the proper way to deal with a common citizen. Thank you. Have a nice day. ഇറങ്ങി പോടാ. Next. ശാന്ത. അവന്റെ പുറമെ എടുത്താണ്. നിനക്ക് വോട്ട് വേണ്ട പട്ടി. പേര് കൃതാങ്കൻ. ഈ ഇൻഷലാണോ? പങ്കാളിയുടെ പേര്? കൃതാങ്കന്റെ വൈഫ് സൂസൻ. വൈഫിന്റെ നമ്പർ? സൂസന്റെ നമ്പർ ആർക്കും കൊടുക്കാറില്ല. ഇപ്പോ ഈ നമ്പർ ആർക്കു വേണ്ടിയാ നിങ്ങൾ ചോദിച്ചത്? ബാഹുലേന് വേണ്ടിയാണോ? ബാഹുലേന? അതാര്?
ചേച്ചി ഇങ്ങനെ സംശയരോഗം തുടങ്ങി. സൂസന്റെ ഫോം കൊണ്ടുവന്നിട്ടുണ്ടോ? സൂസൻ വോട്ട് ചെയ്യുന്നില്ല. ഇനി അഥവാ വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ സൂസൻ കൃതാകന് വേണ്ടി വോട്ട് ചെയ്യുന്നുള്ളൂ. സൂസന്റെ ഫോട്ടോ വാട്സപ്പ് DP-യിൽ പോലും അവളുടെ ഫോട്ടോ ഞാൻ വെക്കാൻ അനുവാദം കൊടുത്തിട്ടില്ല. പിന്നല്ലേ ഇതിൽ അത് വലിച്ചു പറിച്ചെടുത്ത് വോട്ടർ ലിസ്റ്റിൽ അവളുടെ പേരെങ്ങാനും വന്ന ഇല്ല വരൂല, പേര് വരൂല. വെട്ടി ജനനം തുള്ളാத மனம் ரிலீஸ் ஆன சாயங்காலம் 12 மணிக்கு தான் நான் பிறந்தது. ഏതെങ്കിലും ഒരു ദിവസം എഴുതി വൈ. ഉനക്ക് ഏതെങ്കിലും സ്വന്തക്കാർ ഇറക്കാ? இருக்கு தமிழக்கொடி, வீரக்கொடி, விஜயக்கொடி, பாரக்கொடி. என் நெஞ்சில் குடியிருக்கும் தளபதி விஜய் அண்ணா. ദളപതിയും നീയുമായിട്ട് എന്നാ സംബന്ധം, ബന്ധം? ஏ அண்ணா ரத்தத்தின் ரத்தமே. ജില്ല 3 தடவை பார்த்துருச்சு. ரொம்ப அருமையான படம், செம்ம படம். உங்க ஃபார்ம் ஃபுல் ஃபில் ஆயிடுச்சு. மழைவிடுங்க அண்ணாச்சி. கண்டிப்பா. ஐயோ സംസ്ഥാനം അണ്ണാ, നിങ്ങളുടെ സ്റ്റേറ്റ്? തമിഴ്നാട്. തമിഴ്നാട് ഇവിടെ കേരളയില് എന്തിന്? கண்டிப்பா அண்ணனுக்கு தான் ஓட்டு போடணும். வீரக்கொடி, விஜயக்கொடி, தர்மக்கொடி, பாரக்கொடி. வரட்டா? ചേച്ചി, രഘുചേട്ടൻ വന്നിരിക്കണ്. ആ പേര് ഒരു എന്തൊരു ഓഞ്ഞ പേര്. പങ്കാളിയുടെ പേര് ശൈലേന്ദ്രി. സൈലേന്ദ്രിയ. സ്മൂളിലെ പങ്കാളിയുടെ പേരല്ലേ ചോദിച്ചിരിക്കണം തോന്നുന്നു. അതാണ് ഞാൻ ശൈലേന്ദ്രി പേര് പറഞ്ഞു. ചേട്ടന്റെ കാര്യത്തിൽ തീരുമാനമായി. അങ്ങനെ ഒരു സ്മോള്. ജനന തീയതി ഫേസ്ബുക്കിൽ വെച്ചിരിക്കുന്നത് 2/10/1999 എന്നാണ്. അത് മതിയോ? ബന്ധുവിന്റെ പേര് രാഘവൻ. ബന്ധം സഹോദരൻ. കൊള്ളാൻ രഘുചേട്ടാ. കടാകടിയെത്തിയ പോലെ ഒരു ഭാര്യ ഇവിടെ ഇരിക്കുമ്പോ നിങ്ങൾ സഹോദരന്റെ പേരാ പറയണത്. ഫോമിലെങ്കിലും ഞാൻ മനസ്സമാരൊന്ന് ഇരിക്കട്ടെ സന്ദ്രി. അതും ശരിയാണ്. വീട്ടിലോട്ട് വാ, ഞാൻ സമാധാനാക്കി തരാം. വള്ളിമ എന്താ പേരെന്താ? അതെവിടെ എന്തിനാ ഓത്തുതാൻ വോട്ടല്ല നിന്നെ കുത്തി വോട്ടിട്ട് വീട്ടിൽ പോടാ. അത് ഇതല്ല നമ്മളെ വീട്. തണ്ട എന്നെ വിളിച്ചോണ്ട് എങ്ങോടെങ്കിലും പോയാണി. എന്താ പേര്, എന്താ പങ്കാളിയുടെ പേര് ഏതെന്നാ എനിക്ക്? പങ്കാളിയാ? ഓ മതിയത്താ സുന്നുകുത്തി. ഇനി 10-300 ഫോം ഫില്ല് ചെയ്യാൻ കിടക്കണത് എപ്പോ തീരുമെന്നോ? നമുക്കെല്ലാം കൂടെ കൂട്ടിട്ട് കത്തിച്ചാലേ. എന്നിട്ട് ആൾക്കാർ എന്തിനു പറയും? ചേച്ചിയും ചന്തയും കൂടെ കൊണ്ടുവന്നത് അവര് തലയിൽ വെച്ചു കൊടുക്കാം. എനിക്ക് പേരടി പേരൊക്കെ പോ ചടി കിട്ടാതെ നോക്കിക്കോ. നമ്പറേ, നമ്മള് കൃത്യമായിട്ട് SSR ഫോം ഫില്ല് ചെയ്തോണ്ട് എല്ലാവരുടെയും പേര് വോട്ടർ ലിസ്റ്റിൽ ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്. നിങ്ങളുടെ രാവ് പകലൊന്നുമില്ലാത്ത പ്രയത്നം കാരണം ബാപ്പിളി ബുക്കിലെ സ്ഥാനാർത്ഥിയായി എന്റെ ഉൾപ്പെടെ 1200 ജനങ്ങളുടെ പേര് വോട്ടർ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. നന്ദി ഉണ്ടേ. അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? നാട്ടുകാർ എന്തിനു പറയും? ഇനി എന്തെയ്യാ, ഞാൻ നിങ്ങളുടെ മുന്നിൽ എല്ലാം കെട്ടി വെക്കാൻ പോണു. നിങ്ങളല്ലേ ഫോം ഫില്ല് ചെയ്തത്. സ്ഥാനാർത്ഥിക്ക് വോട്ടില്ലെന്ന് പറഞ്ഞ വാർഡിലെ വാട്സപ്പ് ഗ്രൂപ്പിലെ ഞാൻ വോയിസ് മെസ്സേജ് ഇടാം. നിങ്ങളാണ് എല്ലാത്തിനും കാരണം ഫോം ഫില്ല് ചെയ്ത് തെറ്റിച്ച് വെച്ചെന്ന്. ചേച്ചി, മെമ്പർ എന്തായാലും മെസ്സേജ് ഒന്നും ഇടണ്ട. നമ്മളല്ലേ ഈ വെന വരുത്തി വെച്ചത്. അതുകൊണ്ട് നമ്മൾ തന്നെ വാർഡ് ഗ്രൂപ്പിൽ മെസ്സേജ് ഇടാം. അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. എന്നാലും എൻ്റെ ഒരു വോട്ടെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ മികച്ച ഭൂരിപക്ഷത്തോടെ ഞാൻ ജയിച്ചേനെ. സമ്മതിച്ചില്ല. പ്രിയപ്പെട്ട വാപ്പിളിമുക്ക് നിവാസികളെ, SSR ഫോം ഫില്ല് ചെയ്ത കാര്യം നിങ്ങൾ ഏവരും അറിഞ്ഞു കാണുമല്ലോ. അതെല്ലാം ലളിതാംബിക കുടുംബശ്രീ അംഗങ്ങളായി ഞങ്ങൾ കൃത്യമായി ഫിൽ ചെയ്ത് മെമ്പറെ ഏൽപ്പിച്ചതാണ്. പക്ഷേ കുറച്ച് പൈസയ്ക്ക് വേണ്ടി നമ്മുടെ വോട്ടെല്ലാം മറിച്ച് ഏതോ സ്ഥാനത്തെ ജയിപ്പിക്കാൻ വേണ്ടി നമ്മൾ പീത മെമ്പർ കൂട്ടുനിന്നു. നമ്മളെ 1200 വോട്ടും അസാധുവാക്കി എന്നുള്ള വിവരം നിങ്ങളെ സന്തോഷപൂർവ്വം ഖേദപൂർവ്വം അറിയിച്ചു കൊള്ളുന്നു. മെമ്പറെ തീർക്കണം. ഇത്രയും പോരെ മെമ്പറെ? മതി ധാരാളം. ബൈ. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ.